ഇപ്പോൾ ചാണ്ടിയുമ്മൻ മാധ്യമങ്ങളോട് തത്സമയ ദൃശ്യത്തിലേക്ക്. സർക്കാരുകൾ, ആക്ഷൻ കൗൺസിൽ അടക്കം, സാജൻ ലത്തീഫ് പ്രിയപ്പെട്ട സൗദിയിലെ വ്യവസായി അടക്കം എല്ലാവരുമായി ചേർന്ന് കോർഡിനേറ്റ് ചെയ്യുവാൻ പ്രിയപ്പെട്ട ഉസ്താദിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് ഒരുമിച്ച് ആ മോചനത്തിനായി നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്താ? നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം നിമിഷപ്രിയയുടെ മോചനം, നിമിഷപ്രിയയുടെ തിരിച്ചുവരവ്. അതിന് നമ്മൾ ഒരു സമൂഹമായി ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കണം. ആ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ അതിലേക്കൊന്നും ഞാൻ ഈ ചർച്ചയ്ക്ക് നമ്മൾ ഈ ചർച്ച എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പബ്ലിക്കായിട്ടുള്ള ഡിസ്കഷൻസ് വേണ്ട. ഉസ്താദിൻ്റെ ആഗ്രഹവും അത് തന്നെയാണ്. നമുക്കിനി പബ്ലിക്കായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എവിടെയൊക്കെയോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നു, എവിടെയൊക്കെയോ തെറ്റിദ്ധാരണകൾ വരുന്നു. അങ്ങനെ തെറ്റിദ്ധാരണയ്ക്കും സ്കോപ്പില്ല, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന് സ്കോപ്പില്ല. നമ്മുടെ ഏക ലക്ഷ്യം 1 പോയിന്റ് അജണ്ട, നിമിഷപ്രിയയുടെ മോചനം. ആ 1 പോയിന്റ് അജണ്ടയിൽ നിന്നുകൊണ്ടാണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്. അതിനകത്ത് ഒത്തിരി പേർക്ക് റോളുണ്ട്, ഒത്തിരി പേർ. ഞാൻ പേരുകൾ പോലും ചിലപ്പോൾ വിട്ടുപോയെന്നിരിക്കും. അതുകൊണ്ട് ആ ഒരു 1 പോയിന്റ് അജണ്ടയിൽ നിന്ന് നമുക്ക് പ്രവർത്തിക്കാം. പബ്ലിക്കായിട്ടുള്ള ഡിസ്കഷൻസ് ചിലപ്പോൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും. കാരണം അത് ചിലപ്പോൾ നമ്മുടെ കാര്യത്തെ അല്ലെങ്കിൽ നമ്മുടെ കേസിനെ ബാധിക്കുന്നു. കാരണം നിങ്ങൾക്കറിയാം, ഇന്നത്തെ ലോകത്ത് ഞാനിപ്പോൾ സംസാരിക്കുന്നവരും അവർ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ട്രാൻസ്ലേറ്റ് കൊടുക്കാൻ ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് ഇത് ഒരു ഇഷ്യൂ ആയി വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു തലത്തിലേക്ക് ഒന്നും നമുക്ക് ചർച്ചകൾ വേണ്ട. ഇതിനകത്ത് ഇടപെട്ട എല്ലാവരോടും, കാന്തപുരം ഉസ്താദ് അടക്കം, അതിന് ഗവർണർ അടക്കം, അതിനായ സാജൻ ലത്തീഫ് അടക്കം, ആക്ഷൻ കൗൺസിൽ, നമുക്കറിയാം ആക്ഷൻ കൗൺസിൽ കേസ് വരെ കൊടുത്തിരിക്കുക. ഇത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്, കേന്ദ്ര സർക്കാരിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷൻ കൗൺസിൽ കേസ് കൊടുത്തിരിക്കുക. അതുപോലെ അഡ്വക്കേറ്റ് ദീപ ജോസഫ് വലിയ പ്രവർത്തനമാണ് വർഷങ്ങളായി അവർ ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഫാക്ടേഴ്സ്, ഒത്തിരി ആൾക്കാർ കഠിനമായ ശ്രമം, നിങ്ങൾക്കറിയാം എൻ്റെ പിതാവിൻ്റെ അവസാനത്തെ ആഗ്രഹവും അതുതന്നെയായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ശ്രമത്തിനെ നമ്മൾ ആ തലത്തിൽ കണ്ടാൽ മാത്രം മതി. ഇതിനെയും നമ്മൾ വളരെ സൈലൻ്റായി ഉള്ള പ്രവർത്തനമായിരിക്കും കൂടുതൽ ഉചിതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഏത് സെക്കൻഡിലും നമ്മൾ പോസിറ്റീവ് അല്ലേ? കാരണം 16 എക്സിക്യൂഷൻ വെച്ചിരുന്ന ഒരു കുട്ടിയുടെ ജീവിതം 15 രക്ഷിച്ചു എന്നുള്ളത് ആ ഒരു പോസിറ്റീവ് സൈൻ അല്ലേ? ആ പോസിറ്റീവ് സൈൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആ പോസിറ്റീവ് സൈൻ ഇപ്പോഴും നമ്മൾ വെച്ച് മുന്നോട്ട് പോകുന്നു. അതിനകത്ത് ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ചർച്ചകൾ നടത്താൻ വിവിധ തലത്തിൽ പ്രവർത്തനം നടക്കുന്നു. ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ സാധിക്കത്തില്ല. ഇതിനകത്ത് എൻ്റെ കൂട്ടത്തിലുള്ള ശ്രീ സാജൻ ലത്തീഫ്, അദ്ദേഹം നടത്തിയ പ്രവർത്തനം ഒത്തിരി ആളുകൾ അതേപോലെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതെല്ലാം പോസിറ്റീവായിട്ട് തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാന്തപുരം ഉസ്താദിൻ്റെ റോള് അത് സംശയം ഇല്ലാത്ത വിധം, ഇനി എനിക്കിത് ചിലരൊക്കെ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ, ദൈവത്തെ ഓർത്ത് ഈ ഒരു വിഷയത്തിലെങ്കിലും തെറ്റിദ്ധാരണകൾ നമ്മൾ തമ്മിൽ വേണ്ട. തെറ്റിദ്ധാരണകൾ പരത്താൻ ശ്രമിക്കരുത്. നമ്മൾ ഒന്നായി മാനുഷികമായ ഒരു പ്രവർത്തനമാണ്. ഇത് രാഷ്ട്രീയം കാണരുത്. ഞാനത് പറഞ്ഞത്, ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ഇതിനകത്ത് ആ കുട്ടിയുടെ മോചനമാണ് നമ്മുടെ എല്ലാം ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ശ്രമങ്ങൾ തുടരട്ടെ. കേന്ദ്ര സർക്കാരിൻ്റെ നയം എന്നുള്ളത് പുറത്തു നിന്ന് ആരും ഇടപെടണ്ടെന്നാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ ലേറ്റായിട്ടാണ് കണ്ടത്. അങ്ങനെ ഒരു നയം അവരെടുത്തിട്ടുണ്ടെങ്കിൽ അത് ആലോചിക്കണം എന്ത് വേണമെന്നുള്ളത്. അപ്പം അതൊക്കെ ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ. ചാണ്ടിയുമ്മനാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചാണ്ടിയുമ്മൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.